ഹേ എവ്രി വൺ, അപ്പോൾ എന്തുണ്ട് വിശേഷം? നാട്ടിൽ ആർക്കും അത്ര സുഖമൊന്നും അല്ലെന്ന് എനിക്കറിയാം. കാരണം നല്ല മഴയുണ്ട്. മാഷാല്ലാ എല്ലാവരും സേഫായിട്ട് സെറ്റായിട്ടൊക്കെ ഇരിക്കണം. നാട്ടിൽ നല്ല മഴയും വെള്ളപ്പൊക്കമൊക്കെ ആണെന്നറിയാം. എന്ത് ചെയ്യാനാ, ഇനി 1-2 മാസം വരെ ഇതൊക്കെ നമ്മൾ സേഫായിട്ടിരിക്കണം. മഴയൊക്കെ കുറഞ്ഞ് വെള്ളമൊക്കെ കുറയുന്നോടം വരെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു ഗെറ്റ് റെഡി ചെയ്യാം. നാട്ടിലോട്ട് പോവാണ് ഒരു ചേച്ചി. അപ്പോൾ ആ ചേച്ചിക്ക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടി പോകുന്നു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണം. മെയിനായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് നാട്ടിലെ കാര്യങ്ങൾ കേട്ടറിഞ്ഞ് അല്ലെങ്കിൽ കണ്ടറിയുമ്പം നമുക്കിത്ര ടെൻഷൻ വരത്തില്ല. ബട്ട് നമ്മൾ നാട്ടിലല്ല, ഞങ്ങളിപ്പം കുവൈറ്റിലാണ്. അപ്പം നമ്മൾ നാട്ടിലെ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പം സത്യം പറഞ്ഞാലുണ്ടല്ലോ നല്ല ടെൻഷനും നല്ല സങ്കടങ്ങളുമാണ്. ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ്. നമ്മൾ നാട്ടിൽ ഓരോരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ അറിയാത്ത ഒരാളുടെ ന്യൂസാണെങ്കിൽ കൂടി നമ്മളെ ഒത്തിരി ഹേർട്ട് ചെയ്യും. നാടും വീടും വിട്ട് മാറി നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഞാൻ ഓരോരോ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന ടൈമിൽ കൂടുതൽ ഞാൻ കേൾക്കുന്നത് മറ്റ് ജില്ലകളെക്കുറിച്ചുള്ള ന്യൂസുകളാണ്. നമ്മുടെ കേൾക്കും, എന്നാൽ നമ്മുടെ അടുത്തൊക്കെ അങ്ങനെ വലിയതായിട്ട് കുറവാണ് കേൾക്കുന്നത്, അടുത്ത സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ കരുതും മഴയൊക്കെ ആയാലൊക്കെ കുറച്ച് സേഫായിരിക്കും. കോട്ടയം ജില്ല നല്ല സേഫാണെന്നാണ് ഞാൻ ഇത്ര നാളും വിചാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് എനിക്ക് ഇന്ന് രാവിലെ എണീറ്റ് ഫോൺ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഒരു സ്ഥലത്തും സേഫല്ല. മാഷാല്ലാ എല്ലാവരും സേഫായിട്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് രാത്രിയിലാണ്. രാത്രി 1 മണിയായിട്ടുണ്ട്, 1:30 ആയിട്ടുണ്ട്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ന്യൂസ് മുഴുവൻ കണ്ട് എൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഓർത്ത്, അറിയാൻ മേലാത്തവരാണെങ്കിൽ കൂടി ഓരോരുത്തരുടെ ന്യൂസ് കേൾക്കുമ്പോഴത്തേക്കിന് നാളെ നമ്മളെ വീട്ടിലാണ് സംഭവിക്കാം, നമുക്കറിയാവുന്നവർക്കാണ് സംഭവിക്കാം. അതെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ടെൻഷനാണ്. ഞാൻ തന്നെ ഓർത്ത് എങ്ങോട്ടാണ് ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് ഓർത്തിട്ട് ടെൻഷനായിപ്പോയി എനിക്ക്. സത്യമായിട്ട് എനിക്കങ്ങനെ ഇവിടെ വന്നിട്ട് ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇതിപ്പം വലിയൊരു ടെൻഷനാണ്. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് പെട്ടെന്നൊക്കെ വെള്ളം ഇറങ്ങി പെട്ടെന്ന് 2 മാസം കഴിഞ്ഞാൽ മതിയെന്ന് ഞാൻ ചിന്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനൊരു മിഡിൽ ക്ലാസ്സിൽ വളർന്ന ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം. കാരണം ഈ മഴയൊക്കെ പെയ്യുമ്പോൾ എനിക്കിഷ്ടമാണ്. സ്കൂളൊക്കെ അവധി ആവുമല്ലോ എന്നൊക്കെ ഞാൻ കരുതിയാൽ തന്നെ വീട്ടിലെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോഴത്തേക്കിന് മഴയൊന്നും വേണ്ടായിരുന്നു ഓർക്കും. കാരണം പണ്ട് ആ ടൈമിൽ അച്ഛന്മാർക്ക്, നമ്മുടെ അമ്മമാർക്കൊക്കെ ജോലി കാണത്തില്ല. ആകെപ്പാടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ഫാമിലിയൊക്കെ എന്നാ ചെയ്യുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ കരുതും. പണ്ട് തൊട്ടേ എനിക്ക് മഴക്കാലം തീരെ ഇഷ്ടമില്ലാത്തൊരു കുട്ടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലം നല്ല കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. പണ്ട് നമുക്ക് കുഞ്ഞിലൊന്നും അറിയത്തില്ലല്ലോ, നമുക്ക് കിടന്നുറങ്ങിയാൽ മതി, വീട്ടുകാരുണ്ടാക്കുന്ന കഴിച്ചാൽ മതി. ബട്ട് വീട്ടുകാരെന്തേരം കഷ്ടപ്പെടും. അവർ ഓരോ ദിവസം പണിക്ക് പോയില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ടെൻഷന്, പൈസ അടയ്ക്കേണ്ടടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല, അത് പെൻഡിങ് ആകും. പിന്നെ ഫുഡ് മേടിക്കാൻ പൈസ വേണം. 1-2 ആഴ്ച ഒക്കെ പോട്ടെ നോക്കാം. പിന്നെ നമ്മൾ നല്ല ബുദ്ധിമുട്ടിലോട്ടാണ് പോകുന്നത്. പല വീട്ടുകാരും അങ്ങനെ തന്നെ ആയിരിക്കും ഈ ഒരു മഴക്കാലത്ത്. ശരിക്കും ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ് ഈ മഴക്കാലം ഇഷ്ടമില്ലാത്തത്. അല്ലാതെ മഴ ഇഷ്ടമില്ലാട്ടോ, മഴ ആസ്വദിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ല. പിന്നെ ചില വീട്ടുകാർ ഇപ്പോൾ വീട്ടിലിരിക്കുവാണ്, മഴയായതുകൊണ്ട് എല്ലാവരും ജോലിക്ക് പോയി വീട്ടിലിരിക്കുക, ഫുഡ് കഴിക്കുക, അതൊക്കെ ഓക്കെ, സേഫാണ്, ഓക്കെയാണ് ആൾക്കാർക്ക് അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ്. ബട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റൽ കേസ് വരും, പനി കൂടും, അങ്ങനെ പല രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ആകെപ്പാടെ പെട്ട് എക്സ്ട്രാ പൈസ നമ്മൾ ഉണ്ടാക്കണം ഇതിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി. ഇതൊക്കെയാണ് ആൾക്കാർ പെട്ടുപോകുന്ന ഒരു നിമിഷങ്ങൾ. ഇങ്ങനെയുള്ള പല സന്ദർഭത്തിൽ കൂടിയും കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ് ഞാനും നിങ്ങളിൽ ചിലവരെല്ലാവരും എന്നെനിക്കറിയാം. പെട്ടെന്ന് ചെയ്യാനാണ് നമ്മുടെ അവസ്ഥ ഇതാണ്. ഞാനിപ്പോൾ കുവൈറ്റിലാണ്. എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല ഈ വെള്ളം അല്ലെങ്കിൽ മഴക്കാലം. ബട്ട് എൻ്റെ വീട്ടുകാർ, എൻ്റെ നാട്ടുകാർ, എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാവരും
അവിടാണ് എനിക്കതുകൊണ്ട് കൂടുതലും ടെൻഷൻ അവിടുത്തെ കാര്യം കേൾക്കുമ്പോഴാണ്. ഇവിടെ 3 മാസം വാറായിരുന്നു. ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടെ മിസൈൽ പോയിട്ടുണ്ട്. മിസൈലൊക്കെ വരുമ്പം ഫോണിൽ അലേർട്ട് ഉണ്ടല്ലോ, അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി നിൽക്കും ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കാണാം മിസൈൽ വരുന്നത്, പൊട്ടുന്നത് എല്ലാം. പേടിക്കേണ്ട നിമിഷം വരെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ദിവസവും 3 മണി 2 മണി ഈ ഒരു ടൈമിൽ നമ്മൾ ഉറങ്ങാറില്ല. ആ ടൈമിലാണ് ഉറക്കം വരുന്നത്, ബട്ട് ആ ടൈമിൽ ഉറങ്ങാറില്ല. ഞങ്ങൾ നേരെ പുതപ്പകം ബെഡ്ഷീറ്റ് എല്ലാം എടുത്തുകൊണ്ട് നേരെ ബേസ്മെൻറ്റിൽ പോവുക, കിടക്കുമായിരുന്നു ഫസ്റ്റ് ടൈമൊക്കെ പരിപാടി. പിന്നെ നമ്മൾ കരുതി പോകുന്നു വേണ്ട, മിസൈൽ വന്ന് വീണ് മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ മൂവ് ഓൺ ചെയ്തത്. അങ്ങനെ പേടിയൊന്നും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ. ബട്ട് എനിക്ക് വന്നോട്ടെ, ഞങ്ങളുടെ എല്ലാവരുടെയും മൈൻഡ് അതായിരുന്നു, ഞങ്ങൾക്ക് വന്നോട്ടെ, ബട്ട് നമ്മുടെ വീട്ടുകാരുടെ നാട്ടിലൊന്നും പറ്റാതെ എല്ലാവരും സേഫായിട്ട് ഇരുന്നാൽ മതി എന്നാണ് നമ്മളെല്ലാവരും ചിന്തിച്ചത്. ഞാനീ പറഞ്ഞത് എല്ലാവരും ഇങ്ങനെ ആയിരിക്കും, നാട്ടിലില്ലാതെ കൂടുതൽ ഇങ്ങനെ ആയിരിക്കും. പെട്ടെന്ന് എല്ലാവർക്കും കുറച്ച് മഴയൊക്കെ വേണം, മഴക്കാലം ആസ്വദിക്കാൻ വേണ്ടിയുള്ള മഴ മാത്രമല്ല, വെള്ളമൊന്നും പൊങ്ങല്ലേ. ഇൻഷാ അല്ലാഹ് ബാക്ക് ടു നോർമൽ ആകണേ എല്ലാം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്, എല്ലാവരും അതാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫാഹിലാണ്. ഫാഹിൽ നമ്മളെന്നും വരുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. ബിരിയാണി കഴിച്ചു, കൊള്ളാമായിരുന്നു. ഞങ്ങളോട് പറഞ്ഞു റിവ്യൂ ഇടാൻ പറഞ്ഞു, ഇടാനൊക്കെ പറഞ്ഞു, ബട്ട് ഇട്ടില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ ബൈ, സേഫായിട്ടിരിക്കുക, ഗുഡ് നൈറ്റ്.